ശാങ്കര കൃതികളിൽ ഉൾപ്പെട്ട പ്രശ്നോത്തര രത്നമാലികയിൽ നമ്മൾ 43-ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. അവിടെ ചോദിച്ചു, കസ്മാ സിദ്ധിഹി തപസഹ, എവിടെ നിന്നാണ് സിദ്ധി ഉണ്ടാവുന്നത്? തപസ്സിൽ നിന്നാണ്. ഇവിടെ സിദ്ധി എന്നുള്ള ശബ്ദത്തിന് അണിമാതി അഷ്ടൈശ്വര്യ സിദ്ധി എന്ന അർത്ഥം എടുത്തുകൊള്ളണമെന്നില്ല. മറിച്ച് ജീവിതത്തിൽ എല്ലാ തുറകളിലും അഥവാ എല്ലാ മേഖലകളിലുമുള്ള വിജയം സിദ്ധിയായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു സാധനാക്രമം, ഒരു ജീവിതക്രമം ആചരിക്കുമ്പോൾ എന്തിനെ പ്രാപിക്കാൻ ഇച്ഛിക്കുന്നുവോ അത് സിദ്ധിയാണ്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എല്ലാ സിദ്ധികളും തപസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരു വിദ്യാർത്ഥി നല്ലതുപോലെ വിജയിക്കുന്നുണ്ടെങ്കിൽ അത് തപസ്സിൻ്റെ ഫലമാണ്. ഒരു കൃഷിക്കാരൻ ചെയ്യുന്നത് തപസ്സാണ്. കാർഷിക വൃത്തി എന്നുള്ളത് തപസ്സാണ്. മറ്റു പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകാതെ ഏകാഗ്രഭാവത്തോടുകൂടി സേവാഭാവത്തോടുകൂടി കൃഷി ചെയ്യുക എന്നുള്ളത് തപസ്സാണ്. ഒരു കച്ചവടക്കാരൻ, ഒരു വ്യവസായി, ഒരു ജീവനക്കാരൻ വിജയിക്കുന്നുണ്ടെങ്കിൽ അത് തപസ്സിൻ്റെ ഫലമാണ്. കുടുംബത്തിൽ ഒരു പതിയോ പത്നിയോ സമാധാനത്തോടുകൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് തപസ്സിൻ്റെ ഫലമാണ്. അത് തപസ്സാണ്. സ്വന്തം ആശ്രമധർമ്മം പാലിക്കുക എന്നുള്ളത് തപസ്സാണ്. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഏകാഗ്രതാ സമ്പാദനം, ചിത്തശുദ്ധിയർത്ഥമുള്ള ജീവിതക്രമം, ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രിക്കാനുള്ള ജീവിതം, ഇതെല്ലാം തപസ്സാണ്. അപ്പോൾ തപസ് എല്ലാവർക്കും വേണ്ടതാണ്. കാരണം തപസ്സെന്ന് പറയുമ്പോൾ നമുക്കെന്തെങ്കിലും മിഥ്യാധാരണകളൊന്നും അരുത്. മറ്റെല്ലാം ഉപേക്ഷിച്ച് കാട്ടുപോകുന്നതാണ് തപസ്, ഒന്നുമില്ല. അവനവൻ്റെ ധർമ്മം പാലിക്കുന്നത് തപസ്സാണ്. ഏകാഗ്രതയോടുകൂടി ശുദ്ധഭാവനയോടുകൂടി ജീവിക്കുന്നത് തപസ്സാണ്. തപസ്സിലൂടെ മാത്രമേ ഏത് മേഖലയിലായാലും സിദ്ധി നേടാൻ കഴിയൂ. ഇത് നമ്മൾ സ്വയം അറിയണം. നമ്മുടെ വരും തലമുറയെ ഇത് മനസ്സിലാക്കിപ്പിക്കണം. കാരണം ജീവിതത്തിൽ തപസ്സില്ലാതായി പോകുന്നു എന്നുള്ളതാണ് ഇന്ന് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയം. അപ്പോൾ എവിടെ നിന്നാണ് സിദ്ധി? കസ്മാ സിദ്ധി തപസ്സഹ എന്ന് പറഞ്ഞു. തുടർന്ന് ബുദ്ധി ക്വ, എവിടെയാണ് ബുദ്ധിയുള്ളത്? ബുദ്ധി എവിടെയാണ്? ചോദ്യം. മറുപടി ഭൂസുരേ, ഭൂസുരനിൽ, ബ്രാഹ്മണനിലാണ് ബുദ്ധിയുള്ളത്. ഇത് പ്രത്യക്ഷമായി നോക്കുമ്പോൾ ഒരു ദോഷം പരാമർശമായി തോന്നിയേക്കാം. അത് ബ്രാഹ്മണൻ തുടങ്ങിയതിന് ജാതീയമായ എന്തോ അർത്ഥം എടുക്കുമ്പോഴാണ് അങ്ങനെ തോന്നുക. വാസ്തവത്തിൽ ബ്രാഹ്മണനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചവനാണ്. ബ്രഹ്മശബ്ദത്തിന് വേദമെന്ന അർത്ഥമെടുക്കുമ്പോൾ വേദം പഠിച്ചവൻ, വേദത്തെ സ്വാധീനമാക്കിയവനാണ് ബ്രാഹ്മണൻ. അവിടെ ഏതെങ്കിലും ജാതിവിശേഷമല്ല സൂചിപ്പിക്കപ്പെടുന്നത്. അങ്ങനെയുള്ളവരാണ് ഭൂമിയിൽ സുരന്മാരായിട്ട് ജീവിക്കുന്നത്, വിദ്വാൻമാരാണ്, പണ്ഡിതന്മാരാണ്. അപ്പോൾ എവിടെയാണ് ബുദ്ധിയുള്ളതെന്ന് ചോദിച്ചാൽ പണ്ഡിതനിൽ, വിദ്വാനിൽ ബുദ്ധിയുണ്ട്. അവിടെയാണ് ബുദ്ധിയുള്ളത്. അപ്പോൾ ഒരു ചോദ്യം വരികയാണ്, കുതഹ ബുദ്ധി, എങ്ങനെയാണ് ബുദ്ധി ഉണ്ടാവുക? എങ്ങനെയാണ് ശരിയായ അറിവുണ്ടാവുക? അതിനുള്ള മാർഗം എന്താണ്? അവിടെ മറുപടി പറഞ്ഞു, വൃദ്ധോപസേവയാ, വൃദ്ധന്മാരെ ഉപസേവിക്കുന്നത് കൊണ്ടാണ് ബുദ്ധി ഉണ്ടാവുന്നത്. വിജ്ഞാനം വൃദ്ധോപസേവയ എന്ന് ചാണക്യനും തൻ്റെ ധർമ്മസൂത്രങ്ങളിൽ പറയുന്നുണ്ട്. ശരിയായ അറിവുണ്ടാവുന്നത് വൃദ്ധന്മാരെ ഉപസേവിക്കുന്നത് കൊണ്ടാണ്. വൃദ്ധന്മാരാരെന്ന് നമ്മൾ ഇതിന് മുമ്പ് പല സന്ദർഭങ്ങളിൽ ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും സൂചിപ്പിക്കട്ടെ, വയോവൃദ്ധനുണ്ട്, പ്രായം കൂടിയ ആൾ, ജീവിത അനുഭവങ്ങളുടെ സമ്പത്തുള്ള ആൾ. ജ്ഞാനവൃദ്ധനുണ്ട്, അറിവാകുന്ന സമ്പത്തുള്ള ആൾ. തപോവൃദ്ധനുണ്ട്, തപോബലമാകുന്ന സമ്പത്തുള്ള ആൾ. ശീലവൃദ്ധനുണ്ട്, സുശീലങ്ങളെ കൊണ്ട് സമ്പന്നനായവൻ. ഇങ്ങനെയുള്ള വൃദ്ധന്മാരെ ഉപസേവിക്കുന്നത് കൊണ്ടാണ് അറിവുണ്ടാവുന്നത്. അപ്പോൾ വൃദ്ധന്മാരെ സേവിക്കുക, അതാണ് അറിവുണ്ടാവാൻ നമ്മൾ ചെയ്യേണ്ടത്. വിജ്ഞാനം വൃദ്ധോപസേവയ. ഇവിടെ പറയണത് കുതഹ ബുദ്ധി വൃദ്ധോപസേവയ. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, കേ വൃദ്ധാഹ, ആരാണ് വൃദ്ധന്മാർ?
വൃദ്ധന്മാരെ ഉപസേവിക്കുന്നത് കൊണ്ട് ബുദ്ധി ഉണ്ടാവും എന്ന് പറയുമ്പോൾ ആരാണ് വൃദ്ധന്മാരെന്ന സംശയം വരികയാണ്. ആരാണ് വൃദ്ധന്മാർ? നമ്മൾ നേരത്തെ വയോവൃദ്ധ, തപോവൃദ്ധ, ജ്ഞാനവൃദ്ധ, ശീലവൃദ്ധ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ പറയുകയാണ് യേ ധർമ്മതത്വജ്ഞാഹ തേ വൃദ്ധാഹ. ആരാണ് വൃദ്ധന്മാർ? യേ ധർമ്മതത്വജ്ഞാഹ, ധർമ്മത്തിൻ്റെ തത്വം അറിഞ്ഞിട്ടുള്ളവർ. എന്താണ് ധർമ്മം എന്ന് സൂക്ഷ്മമായി ധർമ്മത്തിൻ്റെ തത്വം മനസ്സിലാക്കിയിട്ടുള്ളവരാരോ അവരാണ് വൃദ്ധന്മാർ. ധർമ്മത്തെ സംബന്ധിച്ച് ബാഹ്യമായുള്ള മനസ്സിലാക്കലല്ല സൂക്ഷ്മമായ മനസ്സിലാക്കൽ. അതുകൊണ്ടാണ് ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന് വ്യാസഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം പുറമെ നമ്മൾ കാണുന്നതായിരിക്കില്ല ധർമ്മത്തിൻ്റെ രഹസ്യം. ധർമ്മനിർണയം വളരെ പ്രയാസമാണ്. തർക്കിച്ച് എന്താണ് ധർമ്മമെന്ന് നിർണ്ണയിക്കാൻ സാധ്യമല്ല. കേവലം ഏതെങ്കിലും ഒരു ശ്രുതിയോ സ്മൃതിയോ നോക്കിയിട്ട് ധർമ്മം നിർണ്ണയിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു ഋഷിയുടെ ഉപദേശം മാത്രം കേട്ടിട്ട് ഇതാണ് ധർമ്മം എന്ന് നിർണ്ണയിക്കാൻ കഴിയില്ല. അപ്പം മഹാജനങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നത്, അനേക ശാസ്ത്രങ്ങളാൽ നിർണ്ണയിക്കപ്പെടുന്നത്, അതും സാഹചര്യത്തിനനുസരിച്ച് തിരിച്ചറിയേണ്ടത് എന്നൊക്കെ പറയേണ്ടി വരും. ഒരു സാഹചര്യത്തിലുള്ള ധർമ്മമായിരിക്കില്ല മറ്റൊരു സാഹചര്യത്തിൽ. ഇപ്പോൾ ദേശകാല വസ്തു ഭേദങ്ങളൊക്കെ ധർമ്മത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധർമ്മതത്വം അറിയുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല. അങ്ങനെ തപസ്സിലൂടെ സ്വാധ്യായത്തിലൂടെ ധർമ്മതത്വത്തെ അറിഞ്ഞിട്ടുള്ള, ധർമ്മതത്വത്തിൽ ഉറച്ചു വസിക്കുന്നവരായ വിദ്വാൻമാർ, അവരെയാണ് വൃദ്ധന്മാരെന്ന് പറയുന്നത്. ഇവിടെ വൃദ്ധന് നല്ലൊരു നിർവചനമാണ് നമുക്ക് ലഭിച്ചത്. വൃദ്ധാഹ യേ ധർമ്മതത്വജ്ഞാഹ. യാവരാണോ ധർമ്മതത്വജ്ഞന്മാർ അവരാണ് വൃദ്ധന്മാരെന്ന്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം.